ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ടെക്നിക്കൽ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോൺ മെമ്മറി കുറവുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ്. ഈ ആപ്പിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണുകളിൽ അനാവശ്യമായി കിടക്കുന്ന ഫോട്ടോസും വീഡിയോസും അങ്ങനെയുള്ള അനാവശ്യ പോസ്റ്റുകൾ നമുക്ക് ഹിഡനായി കിടക്കുന്ന വീഡിയോസും ഫോട്ടോസും എല്ലാം കണ്ടെത്തി അത് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ വാട്സപ്പിൽ അപ്ഡേറ്റ് വെർഷനിൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും കൂടെ ആഡ് ആയിട്ടുണ്ട്. ആ സ്റ്റാറ്റസിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് ഓരോരുത്തരുടെ വീഡിയോസും ഫോട്ടോസും നമ്മൾ കാണുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിൽ സേവ് ആവുന്നുണ്ട്, ഡൗൺലോഡായി സേവ് ആവുന്നുണ്ട്. അത് നമ്മൾ നോർമലി ഗാലറി പോയി നോക്കിയാൽ നമുക്ക് കാണില്ല. അപ്പോൾ അത് കണ്ടെത്തി നമുക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ളൊരു ആപ്പാണ് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആപ്പിൻ്റെ പേര് ഫയൽ മാനേജർ പ്ലസ് എന്നാണ്. ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിൽ നിന്ന് നമുക്കിപ്പോൾ വീഡിയോസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഈ വീഡിയോസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതെല്ലാം നോർമലി എൻ്റെ ഫോണിൽ മെമ്മറി കാർഡിലും ഒക്കെ സേവ് ആയതായിരിക്കുന്നതാണ്. ഇത് ഗാലറിയിൽ നോക്കിയാലും നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ ഇല്ലാത്തത് കുറേ വീഡിയോസും ഫോട്ടോസും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. അതെങ്ങനെ കണ്ടെത്താം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഈ 3 ഡോട്ടിൽ ടച്ച് ചെയ്യുക. ഇതിൽ നിന്ന് വ്യൂ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഈ വ്യൂ എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അടിയിൽ ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ളത് ടിക്ക് മാർക്ക് കൊടുക്കുക. ഈ മൂലയ്ക്ക് ഈ കോളത്തിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ ഫോണിൽ ദാണ്ടേ ഇതുവരെ ഇല്ലാത്ത കുറച്ച് ഫോൾഡറുകൾ ആഡായിട്ടുണ്ട്. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് ഒരു 16 എണ്ണം, സെൻഡ് എന്നും പറഞ്ഞ് ഒരു 4 എണ്ണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് വരുന്ന നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സ്റ്റാറ്റസാണ് ഈ വന്ന് കിടക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ സ്റ്റാറ്റസ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആയതാണ്. ഈ ഫയലുകൾ ഗാലറിയിൽ നോക്കിയാൽ നമുക്ക് നോർമലി കാണാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇത് സെലക്ട് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടി എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ മോറെടുത്തിട്ട് സെലക്ട് ചെയ്ത് മോറെടുത്ത് പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ 29.73 MB ഈ വീഡിയോസ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ആ വീഡിയോസിൽ കിടപ്പുണ്ട്. അത്രയും MB എനിക്കിപ്പം നഷ്ടമായിരിക്കുകയാണ്. ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഫോൺ ഉപയോഗിക്കുകയാണ് അത്രയും MB. നമുക്കത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തോളാം. അതേപോലെ തന്നെ സെൻഡ് എന്നുള്ളതൊരു ഫോൾഡറിൽ ഇത്രയും വീഡിയോസ് ഇപ്പോൾ എൻ്റെ കിടപ്പുണ്ട്. നിങ്ങൾ ഇതുവരെയും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഇതേപോലെ സെൻഡ് എന്നുള്ള ഈ ഫോൾഡറിൽ നിങ്ങളുടെ ഫോണിൽ കാണും. ഞാനിത് ഇടയ്ക്ക് ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് 4 എണ്ണേ ഉള്ളൂ. നമ്മളെ ഫ്രണ്ട്സിനും മറ്റും നമ്മൾ സെൻഡ് ചെയ്യുന്ന വീഡിയോസും ഫോട്ടോസും ഇതേപോലെ നോർമലി നമ്മുടെ ഫോണിൽ ഡൗൺലോഡായി സേവായി കിടക്കും. നമ്മളത് ശ്രദ്ധിക്കാറില്ല, നമുക്കത് അറിയാൻ കഴിയില്ല. നമുക്കിതിപ്പം നോർമലി ഡിലീറ്റ് ചെയ്ത് കളയാം. അത് സെൻഡ് എന്നുള്ളത് ഇങ്ങനെ ടച്ച് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് മാർക്കാവും. സ്റ്റാറ്റസും സെൻഡ് എന്നുള്ളൊരു ഫോൾഡർ അനാവശ്യമായി കിടക്കുന്നതാണ്, എനിക്ക് ആവശ്യമില്ല. വേറെ എന്തെങ്കിലും നിങ്ങളുടെ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലും ഇതേപോലെ ആ ആപ്പിൻ്റെ ഹിഡൻ ഫയലുകൾ ഈ ഫോൾഡറിൽ ഇങ്ങനെ വന്ന് കിടക്കും. സെലക്ട് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്ത് നമുക്ക് കളയാം. ഡിലീറ്റ് കൊടുക്കുമ്പോൾ പെർമനൻ്റ്ലി ഡിലീറ്റ് എന്നുള്ളത് ആ കോളം കൂടെ ടിക്ക് ചെയ്തതിന് ശേഷം മാത്രം ഡിലീറ്റ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അത് ഡിലീറ്റ് ആകും. ഇപ്പോൾ എൻ്റെ ആ ഫോൾഡർ ഡിലീറ്റ് ആയിരിക്കുന്നത്. എനിക്ക് അത്ര MB ഫ്രീ ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് ഇമേജ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇമേജ് എന്നുള്ളത് എടുത്തു. ഇത് നോർമലി എൻ്റെ ഫോണിൽ കിടക്കുന്ന ഫയലുകൾ ഇതിലും വന്നിട്ടുണ്ട്. നമുക്ക് ആ 3 ഡോട്ട് പ്രസ് ചെയ്യാം. വ്യൂ കൊടുക്കാം. അതിൻ്റെ ഏറ്റവും അടിയിൽ ഷോ ഹിഡൻ കൊടുക്കാം. ഇപ്പോൾ ഹിഡൻ ഫയലുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മങ്ങിയ നിറത്തിൽ കുറേ ഫോട്ടോസ് ഇതിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് അനാവശ്യമായി കിടക്കുന്നതാണ്. ഇതെല്ലാം സെലക്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇതുപോലെ നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഈ തമ്പനയിൽ ഇതൊന്നും അനാവശ്യമായി കിടക്കുന്ന ഫയലുകളാണ്. ഈ ഹിഡൻ രീതിയിൽ കിടക്കുന്ന ഫയലുകളെല്ലാം ചെറിയൊരു മങ്ങലായിട്ട് കിടക്കുന്നതെല്ലാം ഹിഡൻ ഫയലുകളാണ്. പ്രിവ്യൂ ഇതൊന്നും ആവശ്യമില്ലാതെ നമ്മൾ അറിയാതെ നമ്മുടെ ഫോണുകളിൽ വരുന്നതാണ്. ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സ്പേസും കൂടെ
കിട്ടുന്നതാണ്. നിങ്ങൾ ഈ ആപ്പ് ഉപയോഗിച്ച് നോക്കുക. ഇത്ര അനാവശ്യമായ പിക്ചർ എൻ്റെ ഫോണിലുണ്ടായിരുന്നു. ഞാൻ അത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് കൊടുക്കാം. ടിക്ക് മാർക്ക് കൊടുത്ത് 56 MB ഉണ്ട് ടോട്ടൽ സൈസ്. ഞാൻ അനാവശ്യമായി കിടക്കുന്നതാണ്. അത് ഡിലീറ്റ് കൊടുക്കും. ഇങ്ങനെ നമുക്ക് ഓരോ ഫോൾഡറും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇമേജ്, മ്യൂസിക്, അനാവശ്യമായ ഫയലുകൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് വളരെ ഉപകാരപ്പെടുന്നൊരു ആപ്പാണ്. നിങ്ങൾ മറ്റുള്ളവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.